ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് നമ്മുടെ കാക്കാമാരെ ചവിട്ടി പുറത്താക്കൽ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് തുടങ്ങി വെച്ചു, മറ്റെല്ലാ രാജ്യങ്ങളും അത് ഏറ്റുപിടിച്ചു. നോക്ക്, നമ്മളെ കുറിച്ചിട്ട് ഒരാളൊരു കാര്യം പറയുന്നു, ശരി, നമുക്കത് ജസ്റ്റ് അവർക്ക് നമ്മളോട് അസൂയ കൊണ്ടാണ്. നമ്മളുമായിട്ട് അടുപ്പമുള്ള, നമ്മളെ അറിയുന്ന ഒരുപാട് ആളുകൾ അതേ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പറയുന്നെങ്കിൽ പിന്നെ വെറുതെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പൊ എല്ലാവരും കാക്കമാരെ കൊണ്ട് പൊറുതി മുട്ടി എന്ന് പറയുമ്പോൾ ട്രംപിന് മാത്രം മുസ്ലിങ്ങളോടുള്ള ദേഷ്യമാണോ അത്? അങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ലാത്തത് കൊണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ അതെ, നമ്മുടെ കാഴ്ചപ്പാടിനാണ് ചികിത്സ വേണ്ടത്. അതല്ലാതെ അവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു നിയമം അവരുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് എന്ന് പറയുന്നത് എങ്ങനെയാ ശരിയാകുക? അല്ലെങ്കിലും ജോർജ് ബുഷും ട്രംപും ഒക്കെ മുസ്ലിങ്ങളോട് വിരോധമുള്ളവരാണ്. അമേരിക്കയിൽ നിങ്ങൾ ചെന്നിട്ട് കാണിച്ചു കൂട്ടിയതൊന്നും ചെറുതല്ലല്ലോ. അതുപോലെ പല രാജ്യങ്ങളിലും അനുഭവസ്ഥരായ ആളുകൾ ചങ്ക് പൊട്ടി അവരുടെ അനുഭവങ്ങളുടെ കഥ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണത് വെറുതെയാണെന്ന് പറയാൻ പറ്റുക? സ്വീഡൻ നിന്ന് കത്തിയത് എങ്ങനെയാണ് എന്ന് ലോകം കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒരു സാൽവൻ മോമിഗ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയായി ഖുർആൻ കത്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മാറിയത്? ഞാനതിനെ ന്യായീകരിക്കുന്നതല്ല. ഒരു മതവിഭാഗത്തിന്റെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാനും. ഇവിടെ നമ്മൾ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇന്നലെ ഓസ്ട്രേലിയ നമ്മൾ കണ്ടതാണ്, ഒരു വീഡിയോ ഓസ്ട്രേലിയയിൽ നിന്ന്. അത് ആ വീഡിയോ വല്ലാതെ വൈറലായി. സിഡ്നിയിൽ നിന്ന് ലെബനിൽ നിന്നുമൊക്കെ കുടിയേറിയ നേഴ്സായിട്ടുള്ള സാറ അബൂലൗഡെ അവരെയും അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറിയ ഡോക്ടർ അഹമ്മദ് റാഷദ് നദീറും ഒരു ഇസ്രായേലുകാരനോട് സംസാരിക്കുന്ന വീഡിയോ ഇന്നത്തെ സുപ്രഭാതത്തിൽ ലോകം മുഴുവനും വൈറലായി പരതി നടന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് മതവിദ്വേഷമായതുകൊണ്ട്, വർഗവിരോധമായതുകൊണ്ട്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച അന്യമത വിരുദ്ധതയായതുകൊണ്ടാണ് ആ വീഡിയോ അത്രമാത്രം ഞൊടിയുടെ സമയം കൊണ്ട് വൈറലായത്. ഒരു യഹൂദനോട് ആശുപത്രിയിൽ തന്റെ മുന്നിൽ രോഗവുമായി വരുന്ന ഇസ്രായേലിയെ ഞങ്ങൾ കൊല്ലുമെന്നും അങ്ങനെ ഞങ്ങൾ പലരെയും നരകത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഞെട്ടിക്കുന്ന വാക്കുകളാണ് ഒരു ഡോക്ടറും നേഴ്സും പറഞ്ഞത്. ഒരു ഡോക്ടറും നേഴ്സുമാണ് അവരെ. നമ്മള് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള ഒരു വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുവാണ് നമ്മൾ എല്ലാവരും. ജൂനിയർ കുട്ടികളെ ആഴ്ചയിൽ 800 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ കുട്ടികൾ കൊടുത്തുകൊണ്ടിരുന്നു. അതുകൂടാതെ റെഡി 1 2 3 എന്ന് പറഞ്ഞ് സീനിയേഴ്സ് എല്ലാവരും കൂടി ഒരു കുട്ടിയെ കൈയും കാലും കെട്ടി ന്യൂഡാക്കി മലർത്തിക്കിടത്തിയിട്ട് ഡമ്പലും വെച്ച് എന്തൊക്കെയാണ് ചെയ്തത്? കോമ്പസ് പ്രയോഗം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് വേദനയെടുത്ത് കരയുമ്പോൾ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുന്ന മാനസികാവസ്ഥയിലുള്ള ഈ കുട്ടിക്കാലന്മാർ വളർന്ന് പഠിച്ച് നേഴ്സായി ആരെ സേവിക്കുന്നതിനാ? ഇവരെന്ത് സന്ദേശമാണ് നൽകുന്നത്? മെഡിക്കൽ കോളേജുകളില് ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് വേണം, ഞങ്ങൾക്ക് മുഖം മറയ്ക്കുന്ന നിക്കാബ് വേണം, ഞങ്ങളുടെ മതവേഷമാണിത്,
ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടക്കുന്ന മനുഷ്യരാരെങ്കിലും ഇവരെ കയറി പിടിക്കുവോ? അത് കണ്ട് പേടിച്ചിട്ടാ? അതോ അവരെ കണ്ടാൽ ഇവർക്ക് വികാരം നിലയ്ക്കാതാകുമോ? ജീവനു വേണ്ടി കേണു നിലവിളിക്കുന്ന മനുഷ്യരെ ഇവരെ നോക്കി എന്ത് വൈകാരിക പ്രകടനങ്ങൾ നടത്താനാ? എന്നിട്ടും ഓപ്പറേഷൻ തിയേറ്ററിനകത്തും മതം, ഇവരുടെ തലച്ചോറിൽ മതമാണ്. ഇവരെഴുതി പഠിച്ച് പാസ്സായ പരീക്ഷ കൊണ്ട് ഇവർക്ക് എന്ത് സംസ്കാരവും എന്ത് പൊതുബോധവുമാണ് ലഭിച്ചിരിക്കുന്നത്. സാക്കിർ നായിക് ഡോക്ടറാണ്, പഠിച്ചു, ഡോക്ടറായി, പക്ഷെ തലച്ചോറിൽ മതമായിരുന്നു. ഒരു പെണ്ണിനെ 20 സെക്കൻഡ് വരെ നോക്കിയിട്ടും ഒരു പുരുഷനെ അവരോട് വേറെ ഒരു രൂപത്തിലേക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അവർക്ക് ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് സാക്കിർ നായിക് പറഞ്ഞത്. പഠിച്ചത് ഡോക്ടറാ. ഒരാണ് പെണ്ണിനെ നോക്കിയാൽ ആ ആണിന്റെ കണ്ണിൽ നിന്നും ഒരു വികിരണം പെണ്ണിന്റെ തൊലിയിലേക്ക് വരുമെന്നും അതുവഴി ത്വക്ക് ക്യാൻസർ ഉണ്ടാകുമെന്നുമാണ് സാക്കിർ നായിക് പറഞ്ഞത്. ആ വികിരണം വാപ്പയ്ക്ക് മകളെ കാണുമ്പോഴുണ്ടാകില്ല, സഹോദരന് സഹോദരിയെ കാണുമ്പോഴുണ്ടാകില്ല. എന്താണ് ഇവർ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോ ഇവിടെ ഒരു ഡോക്ടറും നേഴ്സും തങ്ങളുടെ മുന്നിലേക്ക് ഏതെങ്കിലും ജൂതന്മാർ ചികിത്സയ്ക്കു വേണ്ടി വന്നാൽ ഞങ്ങൾ അവരെ പിന്നീട് ജീവിക്കാൻ അനുവദിക്കില്ല, 7-ാം നരകത്തിന്റെ കീഴാം നരകത്തിലേക്ക് അയക്കുമെന്നും ഞങ്ങൾ അങ്ങനെ പലരെയും അയച്ചിട്ടുണ്ടെന്നും പറയാൻ ഒരു ഡോക്ടറിനും നേഴ്സിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പഠിച്ചത് എന്താ? എന്നിട്ട് എന്താ വീഡിയോക്കകത്ത് പറയുന്നത്? അത് ഞങ്ങളുടെ മതത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് ആ വീഡിയോക്കകത്ത് പറയുന്നത്. ഇവരെവിടെയാ കുടിയേറിയത്? ഓസ്ട്രേലിയയിൽ. എന്തിനാ കുടിയേറിയത്? ഇവരുടെ ഈ മത ചുമതലകൾ വർദ്ധിച്ചപ്പോൾ, മതനിയമങ്ങൾ ആ രാജ്യത്ത് മുഴുവനും പാസാക്കിയപ്പോൾ, ആ മതനിയമത്തിന്റെ അണ്ടറിൽ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ മതവും ജനിച്ച നാടും വിട്ടൊഴിഞ്ഞ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആളുകൾക്കിടയിലേക്ക് ചേക്കേറിയതാണ്. അവിടെ ചേക്കേറി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ, തൊഴിലെടുക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ജൂതന്മാരെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്താഗതിയായി ഇവരുടെ തലച്ചോറിൽ. ഈ വീഡിയോ ആണ് വൈറലായത്. ഒടുവിൽ അത് പാർലമെന്റിൽ വരെ വലിയ രൂപത്തിൽ ചർച്ചയായി. ഓസ്ട്രേലിയയിലായതുകൊണ്ട് മാത്രം. ഇന്ത്യയിലായിരുന്നെങ്കിൽ ചർച്ചയാകുമായിരുന്നില്ല. കേരളത്തിലായിരുന്നെങ്കിൽ ചർച്ചയേ ആകുമായിരുന്നില്ല. ഓസ്ട്രേലിയയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അന്വേഷണം തുടങ്ങി. ഇതുവരെ ചികിത്സിച്ച മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് എടുക്കാൻ ഒരു സംഘത്തെ രൂപീകരിക്കുന്നു. ഓസ്ട്രേലിയയിലായതുകൊണ്ട് മാത്രം. ഇവര് ജീവനെടുത്ത ആളുകളുടെ ലിസ്റ്റ് എടുക്കണം എന്ന്. ഇവരെ ഇവരുടെ രാജ്യത്തേക്ക് കയറ്റി വിടരുത്. ഈ രാജ്യത്ത് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്താണോ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധത്തിന്റെ അലയൊലികൾ ഉയർന്നു. നമ്മുടെ നാട്ടിലെ സമാധാന മതക്കാരുടെ, ഡോക്ടർമാരുടെ പക്കൽ അവരുടെ ഹോസ്പിറ്റലുകൾ, ഫാർമസികൾ, ഹോട്ടലുകൾ, ഭക്ഷണ സാധനങ്ങൾ, ഇവരുടെ കച്ചവട സാധനങ്ങള്, കടകള് ഒന്ന് നോക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് ഈ വാർത്ത കാണുമ്പോൾ ഒരാൾക്ക് തോന്നിയാൽ തെറ്റ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻസ് ഹോട്ടൽ. കാരണം എന്താ? അന്യമതസ്ഥരുടെ ജനസംഖ്യ ഇങ്ങനെയും കുറയ്ക്കാം, അങ്ങനെയും നമുക്ക് പെറ്റുപെരുകാം. ഇവരുടെ ജനസംഖ്യ മാത്രം വർദ്ധിച്ച് ഇസ്ലാമിക രാജ്യമാക്കി സ്വതന്ത്ര ഭാരതത്തെ മാറ്റാൻ, ഈ ലോകം മുഴുവനും ഇസ്ലാം മതം മാത്രമാക്കി മാറ്റാൻ എന്തൊക്കെ മാർഗങ്ങളാണോ സ്വീകരിക്കേണ്ടത് ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുമെന്ന് ഇവർ വെറുതെ പറയുക മാത്രമല്ല, ഇവർ പ്രവർത്തിച്ച് കാണിക്കുക കൂടി ചെയ്യുവാണ്. ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
അനുഭവിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. അവനവന്റെ തൊടയിൽ നുള്ളുമ്പോൾ വേദന തോന്നും. അപ്പോൾ അനുഭവിച്ചറിയുക ആ വേദന. നന്ദി.